നമ്മുടെ കല്യാണിക്കുട്ടിക്ക് എന്താണെങ്കിലേ നമ്മുടെ ഇവിടത്തേക്കാൾ സൗകര്യത്തിൽ അവളവിടെ വളരും. കാരണം അവിടെ അപ്പോൾ പ്രീതിനെ കുറിച്ചിട്ട് എല്ലാവരും ചോദിക്കാറ് പ്രീതി എന്താ മുടി വെട്ടിയതായിരുന്നു. മഴ പക്ഷെ നമ്മളെ സഹായിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചു ഉറപ്പായിട്ട് മഴ പെയ്യും, ഇടയിൽ ഓടി പോകേണ്ടി വരും. നമ്മുടെ പേളിക്കുട്ടിയുടെ സർജറി കഴിച്ചിട്ടുള്ള ഭാഗം കാട്ടിയതാട്ടാ. നല്ല വലുപ്പത്തിലാണ് അവള്. ഞാൻ പതുക്കെ കൊടുന്ന് എണീക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ പറമ്പിൽ കയറിപ്പിക്കും ഒരു വർഷം മഴ പെയ്യുമെന്നൊന്നും അറിയില്ല. അതേപോലെ നല്ല ഇരുട്ട് കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ പടവലങ്ങ കേട്ടാ, നമ്മൾ ഓരോ വട്ടം പൊട്ടിക്കുമ്പോഴും പറയും ഇനി ഇതൊന്നും കിട്ടില്ല, ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പൊട്ടിക്കുക. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു ഇതുമെന്നായിരിക്കട്ടെ ചിലപ്പോൾ കൂടുതലുണ്ടായി കിട്ടാറ്. നോക്കിയേ, ഏറ്റവും ഫസ്റ്റിലൊക്കെ ഉണ്ടാവണം പടവലങ്ങയേക്കാളും വലുപ്പത്തിലാണ് ഇപ്പം ഇതാ ചെടി പൂവാറായപ്പോൾ ഉണ്ടാവണത്. അപ്പോൾ ഒരു 3-4 ഉണ്ട്. അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. നോക്കിയേ, ശരിക്കും എത്ര പോകുന്ന പടവലങ്ങ മതിയില്ല നമുക്ക് വീട്ടിലേക്ക് വയ്ക്കും. നല്ല നീളമുള്ള പടവലങ്ങ കാണാൻ ഭംഗിയായിരിക്കും, പ്രത്യേകതയൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടാവശ്യത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കൊരു ഉപ്പേരിക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി. അല്ല ഒരു കറിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതൊരു പാകമാണ്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് കുറേ വഴുതിരിങ്ങ കുറേ ഉണ്ട് പൊട്ടിക്കാം. ഞാൻ അത് പൊട്ടിക്കാം. നമ്മളെ ഇതുമത്തെ വഴുതിനിങ്ങ നമ്മൾ ഇന്നലെ പൊട്ടിച്ചുള്ളൂ. അത് കാരണം ഇതും അധികമില്ല, നമുക്ക് ചെറുതുകളാണ്. നമുക്ക് അവിടെ നിന്നാട്ടോ പൊട്ടിക്കാനുള്ളത്. നമ്മുടെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഈ ചീരിയില്ലേ ഇത് അരിഞ്ഞേന് എന്നിട്ട് പറയാ കണക്കില്ല എന്ന് പറയില്ല, അത്ര വട്ടം അരിഞ്ഞിട്ടുള്ള ചീരി കേട്ടോ. ഇപ്പോഴും നോക്കിയാൽ കതിരൊന്നും വരാണ്ടേ ഇങ്ങനെ പൊടിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് വെച്ചുള്ള കുറേ വീഡിയോകൾ കാണുമ്പോൾ അറിയാം എല്ലാ വീഡിയോകളും ഉണ്ട്. അപ്പോൾ ഏതാണ്ട് മാസങ്ങളായിട്ടുണ്ട് നമ്മളിത് വന്ന് ചീര അരിഞ്ഞു തുടങ്ങിയിട്ട്. ഇപ്പോഴും നോക്കി നിൽക്കണം ഇങ്ങനെ. ഇന്നിപ്പോൾ നമുക്ക് ചീര അരിയാനുണ്ട്. ഇത് മൊത്തം ചീരയല്ല, നമുക്ക് വേറെ ചീരയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഈ പ്രാവശ്യം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വഴുതിനിങ്ങ. ഇതിൽ നമുക്ക് എന്താ പറയുക, കറുപ്പ് വഴുതിനിങ്ങ ഉണ്ട്, അതേപോലെ തന്നെ പച്ച കളറുള്ള വഴുതിനിങ്ങ ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക നല്ല നീളമുള്ള നമ്മുടെ വഴുതിനിങ്ങയില്ലേ ആ വഴുതിനിങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. വഴുതിനിങ്ങ കടയ്ക്ക് ഇപ്പം നമ്മളെക്കാൾ ഹൈറ്റ് എന്താണ്, ഇപ്പം നല്ല ഹൈറ്റ് വെച്ച് പോണ്. ഇപ്പം ഞാനിത് ഇവിടെ ഒരു വഴുതിനിങ്ങ കാട്ടിയതാട്ടാ. നമ്മുടെ മറ്റേ 1.5 അടിക്ക് നീളം വരുന്ന വഴുതിനിങ്ങയാണിത്. ഇതിൻ്റെക്ക് നോക്കിയേ ഈ തലഭാഗത്താണ് കണ്ട, ഇത്രയും ഹൈറ്റ് വന്നിട്ടാണ് അത് ഉണ്ടാവണത്. ഒരു പ്രത്യേക നീളം തന്നെയാട്ടെ ഈ വഴുതിനിങ്ങക്ക്. നോക്കിയേ കണ്ടാ, നീളം വരും. നോക്കിയേ എന്തൊരു നീളമെന്നറിയോ. അവിടെ തരിഞ്ഞെടുക്കാം ഒരു ഭാഗത്തുനിന്നേ. നമുക്ക് പിന്നെ ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറേ തരം മോഡൽ വഴുതിനകളുണ്ട് കേട്ടാ. എത്ര തരം വഴുതിനകളായി ഈ പ്രാവശ്യം നമുക്ക്. ഇനി നമ്മുടെ നീളമുള്ള വഴുതിനങ്ങ. അതാ നമ്മളെ വഴുതിനങ്ങ പൊട്ടിക്കൽ കഴിഞ്ഞു. അയ്യോ അവിടെ 2 ഉണ്ട്, ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഈ കറുപ്പ് വഴുതിനങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ട
ഞാൻ കറുപ്പായ കാരണം അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പച്ചവഴുതിനിങ്ങ പോലെ തന്നെ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ പറമ്പിൽ ഇറങ്ങുമ്പോഴേ അവർ തുടങ്ങി പോവല്ലേ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ചീര അരിയണം. പക്ഷെ ചീര അരിയണേക്കാളും മുന്നുണ്ടല്ലോ നമുക്ക് അവിടെ 2 ക്യാബേജ് കൂടി നിൽക്കുന്നുണ്ട്. അതും കൂടി പൊട്ടിച്ചിട്ട് വരാം, എന്നിട്ട് ചീര അരിയാം. അപ്പം ഞങ്ങൾ പോവാം. ഇത് നമ്മുടെ പീനട്ട് ഇട്ടാ നോക്കിയേ. പീനട്ട് നന്നായിട്ടുണ്ടാവുന്നുണ്ട്. പീനട്ടുമ്പേ കപ്പലണ്ടിയോടൊക്കെ നല്ല പച്ച കപ്പലണ്ടിയോടൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല ഇഷ്ടം തോന്നും കേട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ കാബേജ്. കണ്ടോ ഇത്രയും എന്താ പറയുക ഭയങ്കര എത്ര നാളായിട്ടാണെന്നറിയോ. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയെങ്കിലും കൂടിയിട്ട് നമുക്ക് കിട്ടി. ഇത് 2 ആളുള്ളൂ കേട്ടാ. പിന്നെ നമുക്ക് കുറച്ചെടുക്കാം. കണ്ട നോക്കിയേ, ഞാൻ പൊളിച്ച് കാട്ടി തരാം. കണ്ട ഉള്ളൊന്നൊരു കുഴപ്പമില്ല കേട്ടാ. ഇതേപോലെ ഒരു ചെറുതും കൂടി ഉണ്ട് ഇവിടെ. ഇത് ചെറുതാ, ഇത് കുഴപ്പമില്ല. ഇനി ചിലപ്പോൾ നിർത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മഴ തുടങ്ങിയല്ലോ, വേഗം ചിലപ്പോൾ നാശമായി പോയി. അപ്പോൾ നമ്മുടെ കാബേജ് കൂടി ഇരിക്കട്ടെ. ഇത് നമ്മുടെ ചീര. ഈ ചീരയൊക്കെ പുതിയ നട്ടിട്ടുള്ള ചീരയാണ്. അത് കാരണം നമ്മൾ വേഗം തന്നെ അരിയണം. ഒരു വട്ടം ഞാൻ അരിഞ്ഞിട്ടാ. ചില ചീരകളെ പെട്ടെന്ന് ഹൈറ്റ് പോകും. അപ്പോൾ അവരെ നോക്കി വേഗം അരിഞ്ഞെടുക്കും. നോക്കിയേ ഇത്രയും ചുവപ്പ് ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സുന്ദരി ചീര കൂടി കുറച്ച് അരിയണം. നമ്മുടെ ഉണ്ടല്ലോ ഈ ഒരു ചീര കേട്ടാ 3 മാസമായി നമ്മൾ ഈ ചീര അരിഞ്ഞു തുടങ്ങിയിട്ട്. നോക്കിയേ വല്ല കതിര് വന്നിട്ടുണ്ടോ നോക്കിയേ. എന്താ ഇത് ഞാൻ മുന്നും കാട്ടിയൊന്നല്ലോ. ഇതേപോലെ അപ്പുറത്ത് നിൽക്കണ ചീര ഈ കലത്തിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ മുന്നേ കാട്ടിയത്. അതും കതിര് വന്നിട്ടില്ല, ഇതും കതിര് വന്നിട്ടില്ല. നമ്മുടെ സുന്ദരി ചീരയാണ് ശരിക്കും സുന്ദരി ചീര തന്നെ. സുന്ദരി ചീര അറിയാൻ ഒരു പ്രത്യേക സന്തോഷം കേട്ടാ. നോക്കിയേ സുന്ദരി ചീരയുടെ കടയുടെ വലിപ്പം കണ്ട നീളോ. കാരണം ഒക്കെ ഇവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഇത് പൊടിച്ച് വന്നിട്ടുണ്ട്. സുന്ദരി ചീരയുടെ തണ്ടിൻ്റെ കനം കണ്ട അതേപോലെ തന്നെ അതിനുള്ള ചില്ലകൾ നോക്കിയേ. എത്ര ചില്ലകളാണ് നോക്കിയേ. നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോഴേട്ടാ അതേപോലെ തന്നെയാണ് നന്നായിട്ട് കൊമ്പും ചില്ലയായിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടാവണമുണ്ട്. ഇപ്പൊ നോക്കി ഞാൻ 3 തണ്ടാണ്. സാധാരണ ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ഒരു കറി വയ്ക്കണമെങ്കിൽ നോക്കിയാൽ പരിപ്പും ചീരയ്ക്കും കറി വയ്ക്കുമ്പോൾ നമുക്ക് ആകെ ഇത്ര മതിയില്ല. ഞാൻ എല്ലാ വട്ടം പറയാറുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ എനിക്ക് നമ്മുടെ പച്ചച്ചീരയ്ക്കാണ് ഇതേപോലെ നല്ല ആരോഗ്യത്തിൽ വളരാറ്. അപ്പോൾ അതേപോലെ തന്നെ തോന്നുന്നു എനിക്ക് സുന്ദരി ചീരേന്. അപ്പം ഞാൻ എന്താ എത്ര അരിയണമല്ലോ. എനിക്ക് എന്ത് ഭംഗിയാ അല്ലേ. ഇന്നിപ്പോൾ ഇതാ നമ്മൾ നോക്കിയാൽ എത്രയും പച്ചക്കറികളായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. മഴ പക്ഷെ നമ്മളെ സഹായിച്ചു. ഞാനിങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചു ഉറപ്പായിട്ട് മഴ പെയ്യും, ഇടയിൽ ഓടിപ്പോകേണ്ടി വരുന്നു. പക്ഷെ വേണ്ടി വന്നില്ല.
ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് പച്ചച്ചാണ് ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. ഒരു വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഒരു 4-5 വീടപ്പുറം ഒരു വീട്ടിൽ നിന്നായിട്ട് നമ്മൾ പച്ചച്ചാണ് എടുക്കുക. അപ്പോൾ ഞാൻ അത് എടുക്കാനായിട്ട് പോകണം. മെസ്സി കൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കില്ലേ. ഇപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളുകളും അതേപോലെ എല്ലാവരും കൂടി ഉണ്ട്. നമ്മുടെ പേളിക്കുട്ടിയും ഉണ്ട്. പക്ഷെ അവന് വെള്ളത്തിൽ പോയിരിക്കും. പേളിക്കുട്ടിയുടെ രണ്ടോ മുമ്പായതപ്പം നടക്കണവർ. ഇതുകൊണ്ടാണ് അമ്മേനും മക്കളും ഒരുമിച്ച് വിടാൻ പറ്റാണ്ടാവണത്. അവരത് മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് നടക്കണേ. ഒരു തൊയിലും കൊടുക്കൊണ്ടു നോക്കിയേ. ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു അമ്മയുടെ നിന്നുള്ള ഒരു ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടേ. എനിക്ക് പേളിക്കുട്ടീനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമല്ലോ. അയ്യോ വേണ്ട 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 വേണ്ട. അതേ വരുണ്ടല്ലോ പേളിക്കുട്ടീനെ കുട്ടികളുടെ അടുത്തേക്ക് വിട്ടോക്കിയത്. അപ്പോൾ ഒരു ഉമ്പായി തപ്പണ്. ഇവളെ സ്റ്റിച്ചാണെങ്കിൽ ഉണങ്ങി വരുന്നുള്ളൂ. വാ വേട വേട അമ്മേനെ ഞാൻ കൊണ്ടുപോട്ടെ. പാവം പേളിക്ക് ഇവിടുന്ന് പോയാൽ മതിയുന്നുണ്ട്. തപ്പല്ലേ, ഞാൻ എടുക്കട്ടെ പേളിക്കുട്ടീനെ. എന്താ പേളിക്കുട്ടിക്ക് മക്കളുടെ കൂടെ കളിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ വിട്ടു കൊടുത്താലേ വല്ല ബുദ്ധിമുട്ട് വന്നാലോ പിന്നീട്. അപ്പോൾ എന്തായാലും എല്ലാവരും കിണിങ്ങി പിന്നാലെ വരുന്നുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തുനിന്ന് ഒരു കണക്കിന് ഞാനൊന്ന് എടുത്തത് കേട്ടോ. ഞാൻ വയർത്തു അവരെടുത്ത് ഗുസ്തി കൂടിയിട്ട്. കാരണം കുറച്ച് നേരം കളിച്ചോട്ടെ വെച്ചിട്ട് വിട്ടു കൊടുത്തപ്പോഴേ ഒരു രക്ഷയില്ലല്ലോ. അപ്പം നോക്കി നമ്മുടെ പേളിക്കുട്ടിയുടെ സർജറി കഴിച്ചിട്ടുള്ള ഭാഗം കാട്ടിയതാട്ടാ. നല്ല വലുപ്പത്തിലാണ് അവള്. ശരിക്കും നന്നായി റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പേളിക്കുട്ടിക്ക്. കണ്ടോ ഇവിടെ തൊട്ടിപ്പെട്ട് വരെയുണ്ടായിരുന്നു അവളുടെ സ്റ്റിച്ച്. ഇത്രയും ഭാഗം എല്ലാത്തിനും ആദ്യമേക്ക് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേളിക്കുട്ടീനെ അയച്ചു വിടും. വാ ഓടി ചിലപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് പോവേ. പേളിക്കുട്ടീനെ ഞാൻ അയച്ചു വിടും. പക്ഷേ ഇവിടെ അയച്ചു വിടുന്ന നേരത്ത് ഞാൻ അവരയച്ചു വിടില്ല. അവരയച്ചു വിടുന്ന നേരത്ത് ഇവിടെ അയച്ചു വിടില്ല. അങ്ങനെ ചെയ്യണം. പിന്നെ അയച്ചു വിടുക എങ്ങനെയാണെങ്കിൽ കുട്ടികളെ അയച്ചു വിടുന്ന സമയത്ത് ഞാൻ ഇവിടെ ചങ്ങലയമ്മ നിർത്തിയിട്ട് നമ്മൾ അടുത്തിരുന്ന് നോക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും 2 ആഴ്ച കൂടി ശ്രദ്ധിക്കണം. ഇവർക്ക് പല്ലൊന്നും കൊള്ളാണ്ട് നോക്കണം അവളെ. അല്ലേ പേളിക്കുട്ടിയെ? വായാ അമ്മയുടെ കുട്ടികൾ വന്നേ. എൻ്റെ കുട്ടികളേക്ക് ഒന്ന് കിടത്തി ഉറക്കാനാ വെച്ചാൽ ഇപ്പം നല്ല വെയില് ചൂടായി തുടങ്ങി. അപ്പുറത്ത് കൊണ്ട് കിടത്തണം. വായോ മർദ്ദോണ ഓടി വാ. കല്യാണി ഓടി വായോ. എൻ്റെ മക്കൾ ഇവിടെ കിടന്നാൽ മതി. വായോ വായോ ബോൾട്ട് വാ. മർദ്ദോണ കല്യാണി ഡോണ റൊണാൾഡോ മെസ്സി കുട്ട ഇതിലെ വാ ഓടി വാ. ഇവിടെ വന്നാ അമ്മയുടെ കുട്ടികൾ. അവിടെ നല്ല വെയിലല്ലേ. അമ്മയുടെ കുട്ടികൾ ഇവിടെ കിടന്ന് ഉറങ്ങിയേ. കിടക്ക് എല്ലാവരും കിടന്നേ ഉറങ്ങ. വാവോ ഉറങ്ങ വാ. കിടന്നേ ഉറങ്ങാൻ കിടന്ന് ഉറങ്ങാൻ കിടക്ക് കേട്ടാ. കിടക്ക് ഫ്ലാറ്റ്നി നെയ്മർ ഞാനിവിടെ എണീക്കാം. എൻ്റെ മടിയിൽ ഇരുന്നുള്ള പരാതി വേണ്ട കേട്ടാ. ഉറങ്ങാൻ കിടന്നേ ഉറങ്ങിയേ. എല്ലാവരും ഉറങ്ങതേ. മർഡോണ കിടന്നു. ബോൾട്ട് ഉറങ്ങിയേ. ഫ്ലാറ്റ്നി റൊണാൾഡോ ഉറങ്ങിയേ. മതി ഉറങ്ങിയേ. കിടക്ക് ഫ്ലൈറ്റിനി ഉറങ്ങാൻ കിടക്ക് വന്നേ. തല്ലൂടണ്ട. ഇവിടെ കിടക്ക്. കല്യാണി ഉറങ്ങാൻ കിടക്ക് കേട്ടാ. ഉറങ്ങാൻ കിടന്നേ. ഇനി എല്ലാവരും ഉറങ്ങ്. ബാബോ കിടക്ക്. ഉറങ്ങ്. ഉറങ്ങ്. റൊണാൾഡോ ഉറങ്ങിയേ. കിടക്ക്. വേഗം ഉറങ്ങ് കേട്ടാ. ഇനി ഒരാൾ ഇവിടെ നിന്ന് എണീക്കേണ്ട. ഇവരെ ഉറക്കി കിടത്തിയില്ലെങ്കിലേ അത് ശരിയാവില്ല. കിടന്ന് ഇങ്ങനെ വെറുതെ വെയിലത്ത് ഇങ്ങനെ കിടന്ന് നടക്കും. ഇവിടെ ആകുമ്പോൾ നല്ലൊരു തണലാണ്. ഇവിടെ കിടന്നുറങ്ങട്ടെ. തലപ്പൊക്കി നോക്കുക. ഞാൻ അവിടെ എനിക്ക് പോകണ്ടോന്ന് നീ നോക്കണേ കേട്ടാ.
മെസ്സിക്കുട്ടാ ഓ ഉറങ്ങ ഉറങ്ങ്. ഫ്ലൈറ്റിന് ഉറങ്ങി നോക്കോ, റൊണാൾഡോ ഉറങ്ങി നോക്കോ, ദേ നെയ്മർ മോൻ ഉറങ്ങി, ബോൾട്ട് മോൻ ഉറങ്ങി. മർഡോണ മോനൊരു എൻ്റെ പോണെന്നൊക്കെ ഉണ്ട്. മർഡോണ ഉറങ്ങ്. മെസ്സി കൂട്ട് ഉറങ്ങി നോക്കോട്ടാ. അങ്ങനെ എല്ലാവരും ഒന്ന് ഉറങ്ങി. അതിൽ മെസ്സി കൂട്ടം മാത്രം എന്താ അതിൻ്റെ ഉള്ളിൽ പോയി കിടന്നു. തണവ് നോക്കിയിട്ടേ ചരല് മാന്തി മാന്തി ഇപ്പം ഉറങ്ങിയോളൂ. ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും എണീറ്റാൽ വെയിലത്തി വരില്ല. ഞാൻ പതുക്കെ ഇവിടുന്ന് എണീക്കട്ടെ. നമ്മളേ അവരെ ഉറക്കി എടുത്താണ്ട് വന്നിട്ട് ഞാൻ അടിച്ച് വര നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അടിച്ച് വരെ ഒരു തരും തരില്ല. ഈ സ്റ്റൂലൊക്കെ പിടിച്ച് വലിക്കുക, ഈ ചവറൊക്കെ വലിച്ച് വരയോട് കൊണ്ടുപോകും. അതാണ് ഞാൻ കൂടുതൽ ഉറക്കി എടുത്തിട്ട് ഇപ്പം ഇങ്ങനത്തെ പണികളെടുക്കാൻ നോക്കുള്ളൂ. പറ്റണ സമയത്തൊക്കെ ഉറക്കും. ഇനിയിപ്പോൾ വേഗം അടിച്ച് വരട്ടെ. നമ്മളിവിടുന്ന് അടിച്ചു വാരി നീങ്ങുമ്പോൾ നിറച്ച് ചവറ് കൊഴിയും. നമ്മുടെ ഈ കറി ഉണ്ടല്ലോ, ചീരക്കറി, ഇത് നമ്മുടെ പുതിയ ചാനലിലായിട്ട് കാണാൻ ശരിക്കും. ഇന്ന് പിന്നെ നമുക്ക് കുശാലായിട്ടുള്ള ഒരു ഫുഡാ. നമ്മുടെ വീട്ടിലത്തെ പയറന്നെയായിരുന്നു രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ ഉണ്ടായിരുന്നു. നോക്കിയേ, അടിപൊളി. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. ഒരു ചേട്ടനോടാട്ടോ ഇന്ന് ഹായ് പറയാനുള്ളത്. ബഹ്റൈനിലാണ് ജോലി ചെയ്യണത്. സുധീർ എന്നാട്ടോ പേര്. അപ്പോൾ ഹായ് സുധീർ ഏട്ടാ. ബെല്ല ഡിസിൽവ ഹായ് ബെല്ലേച്ചി. വിജയ ചന്ദ്രൻ ഹായ് വിജയേച്ചി. വിൻസി ആൻഡോ ഹായ് വിൻസി. പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ പാചക വീഡിയോ ഉണ്ടല്ലോ ഇപ്പോൾ എ യൂണിക് ഫാമിലി 2.0, അതിൽ നമുക്ക് ഹായ് പറയാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഹായ് നമ്മൾ പറയുക ഈ ഒരു ചാനലിലാണ് കേട്ടോ. അപ്പോൾ അടുത്ത എന്താ പറയുക വീഡിയോയിൽ തൊട്ട് നമ്മൾ അതിലത്തെ ഹായ് പറയൂ കേട്ടോ. ഇനി നമ്മുടെ പാചകത്തിലേക്ക് എടുപ്പോൾ നമുക്ക് പറയൂട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ പടവലങ്ങക്കറി ആട്ടോ വയ്ക്കണേ. വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു പടവലങ്ങക്കറി ആട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇത്രയും പടവലങ്ങതാ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അധികം വലിപ്പില്ലാത്ത ഒരു സാധാരണ ഒരു ചെറിയൊരു പടവലങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയേ, നമ്മൾ മാങ്ങയുടെ ഇത്രയും കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊക്കെ പുളിക്കനുസരിച്ച് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി കുറവാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ മാങ്ങ ഇടണം. അപ്പോൾ ഇതാ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ കുറച്ച് ചുവന്നുള്ളി, ഒരു 10 ചുവന്നുള്ളി ഇതാ ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. കൂടെ ഇതാ 2 പച്ചമുളക് ഇതാ വട്ടത്തിലരിഞ്ഞതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ചെറുതാക്കി നുറുക്കിയതാണെങ്കിൽ 2 ടീസ്പൂൺ ഉണ്ട് കേട്ടോ ഇഞ്ചി. അപ്പോൾ നമുക്കതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ മുളക് പൊടി നോക്കിയേ, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മുടെ വീട്ടിലത്തെ തന്നെ ആയ കാരണം നല്ല എരിവാണ് പച്ചമുളകിന്. മഞ്ഞൾപ്പൊടി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
പിന്നെ നമ്മളിതാ അരമുറി നാളികേരം ചെരുക്കിയെടുത്തിട്ട് അതിലിതാ ഒരു 5 ഗ്ലാസ് വെള്ളം, അതായത് 2ാം പാലും 3ാം പാലും കൂടിയിട്ട് 5 ഗ്ലാസ് വെള്ളമുണ്ട്. 1ാം പാൽ നമ്മളൊരു 1/4 ഗ്ലാസ് വേറെ നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ കറിവേപ്പില കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളിത് ആവശ്യത്തിനായിട്ട് ഇട്ട് കൊടുക്കണത്. നമുക്ക് ഇട്ടിട്ട് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ. അത് ചോറിലേക്ക് വയ്ക്കും, ഒഴിച്ച് കഴിക്കാൻ പറ്റാവുന്ന രീതിയിൽ നല്ല അഴവിൽ വയ്ക്കുന്നൊരു കറിയാണ് കേട്ടോ. ഇത് ഇളക്കി കൊടുത്ത് നമുക്കിതാ തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂടി വയ്ക്കുമ്പോൾ തള വരുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തിളച്ചിങ്ങനെ മുകളിലേക്ക് പൊന്തി പോലെ സാധ്യതയുണ്ട്. നാളികേരം പാലിലല്ലേ വയ്ക്കണേ. അപ്പോൾ ചെറിയൊരു ആവി വരുന്നതനുസരിച്ച് നമുക്ക് വേഗം മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതാ ചെറുതായിട്ട് ആവിക്ക് വന്നു തുടങ്ങി. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ തീ ഒന്ന് ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കുണ്ടല്ലോ വെന്തോ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറി കാണുമ്പോൾ തന്നെ അറിയാം. നോക്കി തിളച്ചൊക്കെ വരുമ്പോൾ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞോ നോക്കണം കേട്ടോ നമ്മുടെ നാളികേരം പാലിലത്തെ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മളുണ്ടല്ലോ 1ാം പാൽ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കത്തിക്കുക ഒന്നും ചെയ്യില്ല. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ഒന്ന് താളിക്കണം. അപ്പോൾ നമുക്കിതാ അവിടെ തീ കത്തിച്ച് നമുക്കിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് കയറ്റാം. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനച്ചട്ടി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ നോക്കി ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കുന്നത് നമ്മളിത് ഇത്രയും മണിയിട്ടാ വെറുതെ 2 വരലുകൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ കിട്ടണ അത്രയും ഉലുവയാണ് നമ്മളിതാ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഇട്ട് ഉലുവ പൊട്ടി തുടങ്ങി. അതിലേക്ക് നമ്മളിതാ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ടൊരു കളർ മാറി വന്നോട്ടെ കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല രസമുള്ളൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ നമ്മുടെ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷേട്ടിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഒഴിച്ച് കഴിക്കാം കേട്ടോ. നന്നായി ചാറൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് ഈ കറി. ഒറ്റ കറി മാത്രം മതിയിട്ടായിരിക്കും ചോറിനാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയാൽ ആകെ നിസ്സാര സമയം. ഓ അടിപൊളി കറി. ഇനി ഇതൊരു നമ്മൾ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ. കാച്ചനയിൽ മുൻപാണെങ്കിൽ സദ്യയുടെ ഒരു രസമല്ല ഇത് വരാറ്. ഇത് വേറൊരു രുചി. 2 തരമാണ് ശരിക്കും. അത്ര രസമായിട്ടുള്ളതാട്ടാ. അടിപൊളിയല്ലേ? അതായത് മീൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. എന്നാൽ മീൻ ഉണ്ടാവൂല, അങ്ങനത്തെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. നല്ല രസം. ചപ്പാത്തിയിലേക്കായാലും അക്കനും പറ്റും. പെട്ടെന്ന് കഴിയും ഇത്. അതാണ് ഇന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ബയ്യൊന്നും പറയുന്നില്ലേ. വേറൊരു കാര്യം ഉണ്ടെന്ന്. കുട്ടിപ്പട്ടാളങ്ങളെ നോക്ക്, നമ്മുടെ കൺമണിക്കുട്ടി ഉണ്ടല്ലോ, അവരെ സെറ്റൊത്തി തിന്നു. ഈ ചട്ടി വീട് പൊട്ടിക്കണവരെ കൺമണിക്കുട്ടി നോക്കിന്നല്ലേ. കൺമണിക്കുട്ടി എപ്പോഴാ കണ്ടേ? ആ, അതായത് കൺമണിക്കുട്ടി അവിടെ നിന്ന് വരുമ്പോ നമ്മുടെ പ്രീതി വന്നിട്ട് ആ വിശേഷത്തിലേക്ക് ഞാൻ വരാം എന്തിനാന്നുള്ളത്. അപ്പൊ ആവണി പറഞ്ഞു എത്ര നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ചട്ടി പൊട്ടിച്ചിട്ടുണ്ടെന്ന്. അത് നോക്കിയൊക്കെയായിരുന്നു നമ്മുടെ കൺമണിക്കുട്ടി. അയ്യോ കൺമണിക്കുട്ടി അയ്യോ ഇതെന്താ നോക്കി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ചെയ്ത് നോക്കണേ. ഈ ചട്ടി കിട്ടിയപ്പോ നല്ല ചട്ടിയായിരുന്നു. ഇങ്ങോട്ടൊന്നും ഒരു വരാറില്ലായിട്ടാ. ഇതിപ്പോ എന്താണാവോ പറ്റിയത് ഈ ഭാഗത്തേക്ക് വന്നത്?
പൊട്ടിച്ചു. ഇല്ല ഇതിലാരൊക്കെയുള്ളത്? ഇതിലാരൊക്കെയുള്ളേ? പ്ലാറ്റിനി ഉണ്ട്, മറഡോണ. ഇതെന്തിട്ട് നീ ചെയ്യണേ? ഇഷ്ടായി കാണുമ്പോൾ കുട്ടിക്ക്. എന്തിട്ട് ചെയ്യണേ? മറഡോണ ഉണ്ട്, റൊണാൾഡോ ആണ് മണ്ണിൽ കിടന്ന് ഉരുളുന്ന ആള്. ഇടാ എൻ്റെ ചട്ടിയിൽ എന്നിട്ട് ചെയ്തേ. നല്ല വികൃതരകളെ. എവിടെ നമ്മുടെ കല്യാണിക്കുട്ടി കിടക്കണ നോക്കി ഒന്നും അറിയാത്ത പോലെ. കല്യാണിക്കുട്ടിയെ ഇതിലൊന്നുമില്ലേ? നോക്കട്ടെ, കല്യാണിക്കുട്ടി എന്ത് ചെക്കന്മാർ വന്നേ? കല്യാണിക്കുട്ടീനെ എടുത്തപ്പോ എന്തിനാ ചെക്കന്മാർ വന്നേ? ചെക്കന്മാര് അച്ചു അയ്യോ വേദന എടുത്തു. എന്താ ചെയ്തവനെ? എന്താ ചെയ്തേ? എന്താ സാരില്ലടാ. എന്റെ നമ്മുടെ നെയ്മറിന്റെ മേലേക്ക് ആരോ എന്തോ ചാടിയപ്പോ അവര് വേദന എടുത്തുട്ടാ. പാവം ഇല്ല കേട്ടോ. ചെളിയ കയ്യൊക്കെ എന്റെ മേലെ വെച്ച് തേമ്പ്. ഇവ കരഞ്ഞു കഴിഞ്ഞാലേ, ഒരാൾ കരഞ്ഞ എല്ലാവരും ഓടി വരും. എന്താ പറ്റിയെന്ന് വെച്ചിട്ട്. പേടിച്ചോ? നെയ്മർ കൂട്ടം പേടിച്ചോ? എന്തോ പറ്റിയാവോ? ഒന്നും ചെയ്യണ്ട, ഒന്നും പറ്റിയിട്ടില്ല അവർക്ക്. ഇതാണ് ഇവിടുത്തെ അംഗം. പാവം. സാരില്ല കേട്ടോ. സാരില്ല, വേദന എടുത്തു. കാലിക്കിടണ്ട നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങള് തിന്നിട്ട്. ഇതാണ് ഇവിടെ അവസ്ഥ. ചെടി അതൊരു പച്ചമുളക് തൈ ഉണ്ടായിരുന്നു, അതും നശിപ്പിച്ചു. ഇതിലാരൊക്കെയുള്ളതെന്നറിയോ കളിക്കുന്നവര്? മെസ്സി ഉണ്ട്, നമ്മുടെ നെയ്മർ ഉണ്ട്, നമ്മുടെ റൊണാൾഡോ കേട്ടോ, അതേ താരം കിടന്ന് ഉരുളുന്ന ആള്. മറഡോണ ഉണ്ട്, പ്ലാറ്റിനി ഉണ്ട്. അതിൽ നമ്മുടെ ബോൾട്ട് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കല്യാണിക്കുട്ടി അതിൻ്റെ അടിയിലുണ്ട്. കൺമണിക്കുട്ടി വികൃതിതരങ്ങൾ നമുക്ക് നീക്കാലോ ഇങ്ങോട്ട്. കുട്ടപ്പായികള് ഒരു രക്ഷയില്ലേട്ടാ. മണ്ണ് കിട്ടി കഴിഞ്ഞാൽ അതിൽ കിടന്ന് ഉരുണ്ട് എന്താ ചെയ്യേണ്ടത്? ഒരു ലക്ഷ്യം ഉണ്ടാവില്ല അവർക്ക്. അതിൽ കിടന്ന് കളിക്കില്ല പണി. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല, ഇതിനാണെങ്കിൽ കിടന്ന് കളിച്ചോട്ടെ, ഒന്നും പറയണില്ല. അപ്പം ഞാൻ പ്രീതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ, അതെന്തിനാന്ന് പറയാട്ടാ. ഞാൻ നമ്മുടെ കല്യാണീനെ എടുത്തിട്ട് വരട്ടെ. പയ്യ കല്യാണിക്കുട്ടി വന്നീ, സുക്കുമണി വന്നീ. എടുക്കണം. നമ്മുടെ കല്യാണിക്കുട്ടിക്ക് എന്താ പറയാ, എന്നിട്ട് പറയണ്ടേ കല്യാണിക്കുട്ടീനെ പ്രീതി കൊണ്ടുപോകാൻ പോകാന്നാ പറയണേ. അപ്പോൾ അവള് ചോദിച്ചിരിക്കുകയാണ് കല്യാണിക്കുട്ടീനെ കൊണ്ടോട്ടെ എന്നുള്ളത്. കല്യാണിക്കുട്ടിയാണെങ്കിൽ ഇത്രയും പാവം പിടിച്ച ഒരാള് നോക്കിയിരിക്കണേ. നമ്മളെ ഇപ്പം തരാട്ടെ മണിക്കുട്ടിക്ക്. ഇപ്പം നമ്മളിങ്ങനെ എടുത്തു നോക്കിയാ, എടുത്തിട്ട് അവളിങ്ങനെ തോളത്ത് വെച്ചാലും ഒരു ശല്യമില്ല. അത്രയും പാവാ കല്യാണിക്കുട്ടി. അപ്പോൾ പ്രീതി കൊണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീതിനെ അവിടേക്ക് വിടാനൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് കല്യാണിക്കുട്ടീനെ. എന്താണെങ്കിലേ നമ്മുടെ ഇവിടത്തേക്കാൾ സൗകര്യത്തിൽ അവളവിടെ വളരും. കാരണം അവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് നടക്കാനുള്ള സൗകര്യം വരെ അവൾ കൊടുക്കുന്നതാണ്. അവിടെയുള്ള ബ്ലൂസിയും കാലൊക്കെയും അവിടെ ഉണ്ടല്ലോ. അപ്പം അതേപോലെ ഇവൾക്ക് ആ സൗകര്യം കിട്ടും. അപ്പം അത് കാരണം അവളങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല, ചിലപ്പോൾ കൊടുക്കും, ഒന്നും അറിയില്ല കേട്ടാ. പക്ഷെ ഇവള് ഇവിടെ ഇരിക്കണാണുമ്പോളേ. പിന്നെ അത് മാത്രമല്ല നോക്കി, നമ്മുടെ കൺമണിയാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ പുത്തൂർക്കല്ലേ പോവാ. അവിടെ കൺമണിക്കുട്ടിയുടെ കയ്യിൽ നോക്കി കൊടുക്കുമ്പോൾ അവൾ അതേപോലെ ഇരിക്കും. അതെ എന്താ, ആർക്കും എങ്ങനെയാണ് നല്ല സുഖത്തിൽ അവളെ നോക്കാം. അപ്പോൾ കൺമണിക്കുട്ടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കല്യാണിക്കുട്ടീനെ മിക്കതും പുത്തൂർക്ക് തന്നെ പ്രീതിക്ക് കൊടുക്കട്ടെ ഞങ്ങള്. അല്ലേ? നോക്കി അതിൻ്റെ മുഖം നോക്കിയേ, കണ്ടോ? അത്രയും പാവമായിട്ടിരിക്കുകയാണ്. അയ്യോ അല്ലേ കല്യാണിയെ? അപ്പൊ ഇത് കല്യാണിക്കുട്ടീനെ റോട്ടിലെടുത്ത് നടക്കാം. പിന്നെ അത് മാത്രല്ല കേട്ടാ, കല്യാണിക്കുട്ടി ശരിക്കും പ്രീതിയുടെ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിലേ ശരിക്കും രാജകൊട്ടാരത്തിൽ വളരുന്ന അതേ സൗകര്യം കിട്ടും. കാരണം വീടിന്റെ ചുറ്റും അതിലൊക്കെ കെട്ടിയിട്ടേ പുറത്തേക്കൊന്നും പോവില്ല, വേറൊരു ശല്യം ഉണ്ടാവില്ല. അത്രയും എന്താ പറയുക സൗകര്യത്തിൽ ജീവിക്കാൻ നമ്മുടെ കല്യാണിക്കുട്ടിക്ക് പറ്റും. അപ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടി AC-യിൽ കിടക്കാം, കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ വിശേഷങ്ങളുണ്ടെന്ന്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതേ മണ്ണൊക്കെ ഒരു ഇതേ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രീതി വന്നിട്ടാ, ഞാൻ പ്രീതിനെ കാട്ടിത്തരാം. ആവണിക്കുട്ടി ഉണ്ട്, ആവണിക്കുട്ടി ഉണ്ടല്ലോ, പട്ടികളെ മേടിച്ചിട്ട് ഓടിച്ച് നിൽക്കട്ടാ. ഇതേ പ്രീതി തന്നെ. പിന്നെ പ്രീതി ഇട്ടാ. അപ്പോൾ പ്രീതിനെ കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ ഷായേട്ടൻ്റെ പെങ്ങളാണ് പ്രീതി, നമ്മുടെ കൺമണിക്കുട്ടിയുടെ അമ്മൂമ്മ കേട്ടാ. അപ്പോൾ പ്രീതിനെ കുറിച്ചിട്ട് എല്ലാവരും ചോദിക്കാറ് പ്രീതി എന്താ മുടി വെട്ടിയതായിരുന്നു.
പ്രീതി മുടി വെട്ടിയത് എന്താണെങ്കിലേ അവൾക്ക് ഡെങ്കിപ്പനി വന്നു. ഡെങ്കിപ്പനി വന്നതിന് ശേഷം നന്നായിട്ട് മുടി കൊഴിയുക. അപ്പോൾ അവൾ കുറച്ച് ആദ്യം വെട്ടി കളഞ്ഞു. എന്നിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കണില്ല. പിന്നെ ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മുടി കയറ്റി വെട്ട്, നമുക്ക് ഒരു എണ്ണയ്ക്കും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പറ്റി അതിനോടുകൂടി മുടി വളരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഇത് വളർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രീതി മുടി വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ. കൺമണിക്കുട്ടി പോയി പറയാ പറയും. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അച്ചടാ, അമ്മയുടെ കുട്ടിപ്പട്ടങ്ങൾക്ക് ഭക്ഷണം തരട്ടെ. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളുടെ സ്ഥലം കണ്ട രാത്രി എങ്ങനെയായിട്ട് ഇരിക്കുക, ആകെ നിറച്ചഴുക്കായിരിക്കും. മാമ ചോദിച്ചു തുടങ്ങി, വർത്താനം പറഞ്ഞു തുടങ്ങി. അച്ചു ആയോ കാടാ വിശന്നോ എൻ്റെ കുട്ടികൾക്ക്. അമ്മയുടെ കുട്ടികൾ വന്ന് കൂട്ടി കയറാ, എല്ലാവരും വാ. മർഡോണ, റൊണാൾഡോ, പ്ലാറ്റിനി, കല്യാണി, മെസ്സി. വാ കല്യാണി, റൊണാൾഡോ, മർഡോണ, പ്ലാറ്റിനി, മെസ്സി, നെയ്മർ. ഓടി വാ, കൂട്ടി കയറാ. ഓടി വയ്യോ അമ്മയുടെ കുട്ടികൾ വാ, എല്ലാവരും കൂട്ടി കയറാൻ വാ. വായോ വായോ കയറ്. അങ്ങനെ എൻ്റെ കുട്ടികളെ എടുത്ത് വെച്ച് തരണല്ലോ അല്ലേ. ഓ കയറ്. അങ്ങനെയാണേ അച്ചടാ, ഓടി കയറാൻ പഠിച്ചു തുടങ്ങിയല്ലോ. വല്ല ആരോ വരാത്തെ. റൊണാൾഡോ ഓടി വാ, ഓടി വയ്യോ റൊണാൾഡോ, ഓടി വയ്യോ റൊണാൾഡോ. കല്യാണി വായോ, ഓടി വാ, കൂട്ടി കയറാൻ വാ, കൂട്ടി കയറാൻ വാ. അയ്യോ അങ്ങനെ അങ്ങനെ നമ്മുടെ സൂക്കട് മണികൾ കയറി. കല്യാണി കൂട്ടി കയറ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അങ്ങനെ എല്ലാവരും കൂട്ടേ കയറി ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ അവർക്കുണ്ടല്ലോ ഒരു മുണ്ടോണ്ടൊരു മറ കൊടുക്കും. കാരണം നേരം വെളുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കരച്ചിൽ തുടങ്ങും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇരുട്ട് കിടക്കുമല്ലോ. അപ്പോൾ കുറേ നേരമൊക്കെ ഇടുന്ന് ഉറങ്ങിയോളൂ അവർ.